നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മാർച്ച് ഫോർ ലൈഫിന്റെ ഇന്ത്യൻ പതിപ്പ് തൃശൂരിൽ അവതരിപ്പിച്ചു. ദേശീയ സിംപോസിയം കലാവിദ്യാഭ്യാസത്തിന് കാലാനുസൃതമായ മാറ്റം വരുത്തണമെന്ന് മന്ത്രി ആർ ബിന്ദു. രാമായണ ട്രസ്റ്റിന്റെ വാത്മീകി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക് നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ 500ഓളം ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കുള്ള കതിർക്കറ്റകൾ ഒരുക്കി ആലപ്പാട് കുടുംബം ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നിഷേധിക്കരുതെന്ന സന്ദേശം ഉയർത്തി അന്തർദേശീയ തലത്തിൽ ഓഗസ്റ്റ് 10 നടത്തുന്ന മാർച്ച് ഫോർ ലൈഫിന്റെ ഇന്ത്യൻ പതിപ്പ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ ചരിത്രമായി. കേരളത്തിൽ ആദ്യമായി നടന്ന ജീവസംരക്ഷണ റാലി സമ്മേളനവേദിയായ സെന്റ് തോമസ് കോളേജിലെ പാലോക്കാരൻ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച് തേക്കിൻകാട് മൈതാനിയെ വലം വെച്ച് സെന്റ് തോമസ് കോളേജ് അങ്കണത്തിൽ സമാപിച്ചു. ബാൻഡ് വാദ്യത്തിനും അനൗൺസ്മെന്റ് വാഹനത്തിനും പിറകിലായി ബാനർ, ശേഷം ആർച്ച് ബിഷപ്പുമാർ, അന്തർദേശീയ ദേശീയ പ്രതിനിധികൾ എന്നിവർ അണിനിരന്നു. കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നെത്തിയ പ്രതിനിധികൾ, അതിരൂപതയിലെ വിവിധ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ, വിശ്വാസികൾ മഹാറാലിയിൽ പങ്കെടുത്ത് ജീവസംരക്ഷണ മുദ്രാവാക്യം ഉയർത്തി. നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും റാലിക്ക് മിഴിവേകി. സമാപനത്തിൽ അടുത്ത വർഷം ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് നടക്കുന്ന ബംഗളൂരു പട്ടണത്തിനായി ബാംഗ്ലൂർ അതിരൂപത അധികാരികൾ പതാക ഏറ്റുവാങ്ങി. ജോയ്ഫുൾ സിക്സിന്റെ മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു. രാവിലെ മുതൽ ദേശീയ പ്രതിനിധികൾക്കും സംസ്ഥാന പ്രതിനിധികൾക്കുമായി സെമിനാറുകൾ നടന്നു. സീറോ മലബാർ റീത്തിലെ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അമരാവതി രൂപത ബിഷപ്പ് ഡോക്ടർ മാൽക്കം പോളിക്കാർപ്പ് വചന സന്ദേശം നൽകി. പൊതുസമ്മേളനത്തിന് മുൻപായി തൃശൂർ കലാസദൻ അവതരിപ്പിച്ച നാടകമരങ്ങേറി. Like Mayra is there, American sister, and those people started March for Life in the year 1974. In the year 1971, ആയിരത്തി ഇന്ത്യ LPT ആക്ട് ഉണ്ടാക്കി. ആദ്യം 20 ആഴ്ച, പിന്നെ 24 ആഴ്ച വരെ നോർമലാണ്, കുഴപ്പമില്ല. India legalized the LPT Act in 1971 to make legal up to abortion up to 20 weeks as legal, and in the year 2022 they amended it and said it is legal up to 24. For the voices, one of the primary office of the bishops and priests is to teach and preach, but sadly many of us shy away from doing so. Many of us are ignorant of our responsibilities to speak out for those who cannot speak, as told in Proverbs. ദേശീയ
സിംപോസിയം കലാവിദ്യാഭ്യാസ സമ്പ്രദായത്തിന് പ്രചോദനമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കലാവിദ്യാഭ്യാസ രംഗത്ത് കേരള ലളിതകലാ അക്കാദമി മുന്നോട്ട് വയ്ക്കുന്ന പുരോഗമനാത്മകവും സർഗാത്മകവുമായ ആശയങ്ങൾ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് പ്രേരണയും പ്രചോദനവുമേകുന്നതെന്നും കലാവിദ്യാഭ്യാസ പദ്ധതിയിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ വിശകലനം ചെയ്യുന്ന ദേശീയ സിംപോസിയം മുളകുന്നത്തുകാവ് കിലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷനായി. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി N. ബാലമുരളീകൃഷ്ണൻ സ്വാഗതവും അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത് ആമുഖ പ്രഭാഷണവും നടത്തി. കേരള സാഹിത്യ അക്കാദമി അംഗം വിജയരാജ മല്ലിക, ചിത്രകാരിയും കലാചരിത്രാധ്യാപികയുമായ ഡോക്ടർ കവിത ബാലകൃഷ്ണൻ, കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗം ലേഖ നാരായണൻ എന്നിവർ സംസാരിച്ചു. വഡോദര മഹാരാജ സയാജിറാവു യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസറും എഴുത്തുകാരനുമായ ഇന്ദ്രപ്രമിത് റായ് മുഖ്യപ്രഭാഷണം നടത്തി. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ സ്ഥാപകനും ചിത്രകാരനുമായ ബോസ് കൃഷ്ണമാചാരി, ദേശീയ കലാരംഗത്തെ ദീർഘവീക്ഷണവും സ്വാധീനവുമുള്ള കലാകാരന്മാരും അധ്യാപകരുമായ പ്രൊഫസർ ധീരജ് കുമാർ, ഡോക്ടർ ശാരദ നടരാജൻ, രാഖി പസ്വാനി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കലാവിദ്യാഭ്യാസത്തിന്റെ പുതിയ രീതികളെക്കുറിച്ച് മനസ്സിലാക്കാനും ലോകവീക്ഷണത്തോടുകൂടി അധ്യാപകർക്ക് ഭാഗമായി കലാവിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സിംപോസിയം സംഘടിപ്പിക്കുന്നത്. വിവിധ കലാസ്ഥാപനങ്ങളിൽ നിന്നും പ്രിൻസിപ്പൽമാരുൾപ്പെടെ 68 കലാ അധ്യാപകരാണ് പങ്കെടുത്തത്. തൃശൂർ CMS സ്കൂളിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന ജോബ് ഫെയർ സംഘാടകർ മുങ്ങിയതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ഉദ്യോഗാർത്ഥികൾ വെട്ടിലായി. രാവിലെ 9 മണിക്ക് ആരംഭിക്കുമെന്ന് മുൻകൂർ പത്രസമ്മേളനം നടത്തി അറിയിച്ചവർ ആരും തന്നെ ഇന്ന് എത്തിയിരുന്നില്ല. ജോലിക്കായി എത്തിയവർ പ്രതിഷേധിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തി എല്ലാവരെയും തിരിച്ചയച്ചു. തൃശൂർ പാറമേക്കാവ് അഗ്രശാലയിൽ ഓഗസ്റ്റ് 10 മുതൽ H&C ബാക്ക് ഫെയർ ആരംഭിച്ചു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകങ്ങൾ, കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ, പരീക്ഷാ ഗൈഡുകൾ, പ്രോജക്ട് ബുക്കുകൾ, ഗ്രാമർ ടെസ്റ്റുകൾ, അറ്റ്ലസുകൾ മുതലായവ 2 ലക്ഷം പുസ്തകങ്ങളാണ് 200 പ്രസാധകർ ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 28-ന് പ്രദർശനം അവസാനിക്കും. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു.
രാമായണ ട്രസ്റ്റിന്റെ വാത്മീകി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. കർണാടക സംഗീതത്തിലെ യുവഗായിക ഡോക്ടർ NG നന്ദിനിക്ക് രാമസംഗീതശ്രീ പുരസ്കാരവും സംഗീത സംവിധായകൻ ഔസേപ്പച്ചന് രാമായണ പുരസ്കാരവും സമ്മാനിക്കും. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ഓഗസ്റ്റ് 12 രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടക്കുന്ന രാമായണ ഫെസ്റ്റിൽ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി രാമായണ ക്വിസ്, രാമായണ പാരായണം, രാമായണ ഫാഷൻ ഷോ, രാമായണ നൃത്താവിഷ്കാരം, മെഗാ തിരുവാതിര, ശബരി സൽക്കാരം, സംവാദം, ഗാനസന്ധ്യ എന്നിവയുണ്ടാകും. വിജയികൾക്ക് ക്യാഷ് അവാർഡ്, സർട്ടിഫിക്കറ്റ് എന്നിവ നൽകും. വാർത്താ സമ്മേളനത്തിൽ K. കിട്ടുനായർ, TC സേതുമാധവൻ, ശ്രീകുമാർ ആമ്പല്ലൂർ, KS ജയൻ, TC സത്യലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. കാർഷിക സമൃദ്ധിക്കൊപ്പം വിശ്വാസ പുണ്യവും മുറുകെ പിടിച്ച് ആലാട്ട് കുടുംബം. അതിപ്രശസ്തമായ ഗുരുവായൂർ, ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ 500ഓളം ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കുള്ള കതിർക്കറ്റകൾ ഒരുക്കുന്ന ആലാട്ട് കുടുംബാംഗങ്ങളാണ് ജനശ്രദ്ധ നേടുന്നത്. കാർഷിക വൃത്തിയിൽ വലിയ പാരമ്പര്യം അവകാശപ്പെടാനുള്ള കുടുംബാംഗങ്ങൾക്ക് ഇത് ജീവിതതാളമാണ്. പരമ്പരാഗതമായി ക്ഷേത്രങ്ങളിലേക്ക് കതിർക്കറ്റകൾ നൽകി വരികയാണിവർ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പാട്ടത്തിന്റെ അടുത്തും മറ്റുമാണ് കൃഷി ചെയ്തു വരുന്നത്. നമ്മുടെ ആലാട്ട് ചന്ദ്രൻ എന്ന് പറഞ്ഞാല് വളരെ വലിയൊരു കൃഷിക്കാരനാണ്. അദ്ദേഹം നെൽകൃഷി മാത്രമല്ല, വൈവിധ്യമാർന്ന കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതും വിജയകരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിക്കാരനാണ് അദ്ദേഹം. ചങ്ങാലിക്കുടൻ നേന്ത്രവാഴ മുതൽ വിവിധതരം പച്ചക്കറികളൊക്കെ നിരന്തരം ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തി, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ജീവിതം കെട്ടിപ്പടുത്തുന്ന ഒരാളാണ്. കാലങ്ങളായി അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രത്യേകമായൊരു കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിലെ 100-ലധികം അമ്പലങ്ങൾക്ക് വേണ്ട, 500 ചില അമ്പലങ്ങൾക്ക് വേണ്ട ഇല്ലന്നറയ്ക്ക് വേണ്ട കതിര് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ ചിങ്ങമാസത്തിലുള്ള കൊയ്ത്ത് എന്ന് പറയുന്നത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കതിര് കിട്ടാൻ വലിയ പ്രയാസമാണ് പല അമ്പലങ്ങൾ. അതുകൊണ്ട് പല അമ്പലങ്ങളിൽ ഇല്ലന്നറ തന്നെ വേണ്ടെന്ന് വെച്ചിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ചന്ദ്രേട്ടൻ ഈ കൃഷി ആരംഭിച്ചതിന് ശേഷം പല അമ്പലങ്ങളിലും പഴയ നമ്മുടെ ചടങ്ങനുസരിച്ചുള്ള ഇല്ലന്നറ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ 500 ക്ഷേത്രങ്ങളിൽ 500-ലധികം ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇല്ലന്നറയ്ക്ക് ആവശ്യമായിട്ടുള്ള കതിരാണ് ഇവിടെ കൊയ്യുന്നത്. കർക്കിടക മാസത്തിലെ ഇല്ലം നിറ ചടങ്ങുകൾക്ക് ആവശ്യമായ കതിർക്കറ്റകളാണ് തയ്യാറാക്കുക. ഹൈന്ദവാചാരപ്രകാരം ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പൂജിച്ച കതിർക്കറ്റകൾ വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപിക്കുന്നത് ഐശ്വര്യം കൈവരുത്തുമെന്നാണ് വിശ്വാസം. കനകവിത്ത് ഉപയോഗിച്ചാണ് വേലൂർ പഴുന്നാന പാടശേഖരങ്ങളിൽ വർഷം തോറും കൃഷി മുടങ്ങാതെ നടത്തിവരുന്നത്. പൂർവികരിലൂടെ കൈമാറിക്കിട്ടിയ പ്രവർത്തനം പുതുതലമുറയിലെ സഹോദരങ്ങളായ ബാബു, കൃഷ്ണൻകുട്ടി, രാജൻ, ചന്ദ്രൻ എന്നിവരാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പരീക്ഷണാടിസ്ഥാനത്തിൽ മുണ്ടത്തിക്കോട് തെക്കുമുറി പാടശേഖരത്തിലും കൃഷിയിറക്കി. 50 സെന്റ് സ്ഥലത്ത് 100 മേനി വിളവ് ലഭിച്ചു. ഉത്സവ അന്തരീക്ഷത്തിൽ വിളവെടുപ്പ് നടന്നു. മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ K. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. മുണ്ടത്തിക്കോട് പാതയിൽ കോട്ടുകാവ് ക്ഷേത്രകോമരം വാസുദേവൻ മാരാത്ത് ആദ്യ കതിർക്കറ്റ ഏറ്റുവാങ്ങി. പാടശേഖര സമിതി പ്രസിഡന്റ് EM സുബ്രഹ്മണ്യൻ, സെക്രട്ടറി ER കൃഷ്ണൻ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരായ P. സുജിത്, VI ശ്വേത, P. ശ്രീദേവി, വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് K. അജിത് കുമാർ, കർഷകർ, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു. മുതിർന്ന കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും മടങ്ങിയ കുടുംബങ്ങൾക്ക് ആശ്വാസമേകി യൂത്ത് കോൺഗ്രസ്. പുന്നംപറമ്പ് തെക്കുംകര പഞ്ചായത്തിന്റെ കീഴിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന 30ഓളം കുടുംബങ്ങൾക്ക് പലവ്യഞ്ജനങ്ങളും പച്ചക്കറിയും ഉൾപ്പെടുന്ന ഭക്ഷ്യധാന്യ കിറ്റ് ഭവനങ്ങളിലെത്തി കൈമാറി. KPCC വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് O. ശ്രീകൃഷ്ണൻ അധ്യക്ഷനായി. നേതാക്കളായ ജെയ്സൺ മാത്യു, അശ്വിൻ തമ്പി, അനൂപ് തോമസ്, ജോഷി കല്ലിയേൽ, സണ്ണി വടക്കൂടൻ, INTUC മണ്ഡലം പ്രസിഡന്റ് വിനീഷ് കരുമത്ര, സെബിൻ കരുമത്ര, അഖിൽ മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു. ആ പ്രളയം ഇവിടേക്ക് വെള്ളം പൊന്തി എന്ന് പറയുമ്പോൾ, ഈ തറ വരെ വെള്ളം പൊന്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മുറ്റത്ത് ഇത്രയും വെള്ളം പൊന്തുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ അത് ഞാനാണെങ്കിൽ എൻ്റെ മണ്ഡലത്തിൽ തോളൂര് പറപ്പൂർ സെൻറ്റ് ജോൺസ് ഹൈസ്കൂളിലാണ് ഈ ദുരിതാശ്വാസ കേന്ദ്രം ആരംഭിച്ചത്. സ്കൂളിൽ പിന്നീട് സൗകര്യം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ എല്ലാ പാത്രങ്ങളും ഉണ്ട്, സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഹെഡ് മാസ്റ്റർ അവിടെ ഉണ്ട്. അതെല്ലായിടത്തും വെച്ചോളാൻ പറഞ്ഞു. ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്, പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ കൂടി ഭക്ഷണം പാകം ചെയ്ത് അവരൊരു 4-5 ദിവസം അവിടെ സുഖമായിട്ട് കഴിഞ്ഞു കൂടി. നല്ല ഒരു സന്തോഷമായിരുന്നു വാസ്തവത്തിൽ. അവിടെ വെച്ചാൽ കുറച്ച് ഉയർന്ന സ്ഥലം, പെട്ടെന്ന് സ്കൂളിലേക്കൊന്നും അങ്ങനെ വെള്ളം പോകുന്നില്ല. പിന്നെ കറണ്ടൊക്കെ ഉണ്ട്. ഭക്ഷണ സാധനത്തിന് അവിടെ ലയൺസ് ക്ലബ്ബ് വന്നിട്ട് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് ഭക്ഷണം അവർ പാകം ചെയ്ത ഭക്ഷണം കൊണ്ടുവന്നു ഒരു ദിവസം. പിന്നെ ഒരു ദിവസം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയാണ് കൊടുത്തത്. പക്ഷേ നിങ്ങൾ
അനുഭവിച്ച ഒരു ത്യാഗം ആ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച പോലെ ഒരു 145ഓളം കേന്ദ്രങ്ങളിൽ ഇതേപോലെ ആളുകൾക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റാണ്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ആ സമയത്ത് മിക്ക സ്ഥലങ്ങളിലും കോൺഗ്രസ് പാർട്ടി ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. ഞാൻ എല്ലാ ദിവസവും അവിടെ പോയി ആളുകളെ ക്ഷേമം അന്വേഷിച്ചു, കാര്യങ്ങൾ ഓരോന്നും ചോദിച്ചറിഞ്ഞു. അപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സജീവമായിട്ട് ഈ പരിപാടികളിൽ പങ്കെടുത്തു. തന്നെയുമല്ല, ഞാൻ DCC ഓഫീസിൽ അവിടെ ലൈബ്രറിയിൽ എല്ലാ ദിവസവും ലൈബ്രറിയനായിട്ട് ചുമതല ചെയ്യുന്ന ഒരു റിട്ടയർഡ് അധ്യാപകനും കൂടിയാണ്. വയല വാസുദേവൻ പിള്ള ട്രസ്റ്റിന്റെ വയല വാസുദേവൻ പിള്ള പുരസ്കാരം ഡോക്ടർ അരവിന്ദ പിള്ളയ്ക്ക് നൽകുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. വയല വാസുദേവൻ പിള്ളയുടെ 13ാം ചരമവാർഷിക ദിനത്തിൽ ഓഗസ്റ്റ് 29-ന് സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന വയല സ്മൃതി 2024 പുരസ്കാരം സമ്മാനിക്കും. കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. നിരവധി സാഹിത്യ പ്രമുഖർ സംബന്ധിക്കും. ഇടവേള. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. വയനാടിനൊരു കൈത്താങ്ങ്. പുന്നംപറമ്പിലെ തലമുതിർന്ന സഖാവായ PK ജയറാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപ സംഭാവന നൽകി. ലോക്കൽ കമ്മിറ്റി മെമ്പർ TS ജയൻ സ്വാഗതവും T പരമേശ്വരൻ അധ്യക്ഷനുമായി. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും MLA-യുമായ സേവർ ചിറ്റിലപ്പിള്ളി ഏറ്റുവാങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടി മെമ്പറുമായ TV സുനിൽകുമാർ അഭിവാദ്യം ചെയ്തു. മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ PK രവീന്ദ്രൻ, കുടുംബാംഗങ്ങളായ മീര, ജയറാം, ഇന്ദു എന്നിവർ സംബന്ധിച്ചു. വിഷ്ണു നന്ദി രേഖപ്പെടുത്തി. തൃശൂർ പാലക്കാട് ഹൈവേയിൽ മുടിക്കോട് പള്ളിക്കു സമീപം പുലർച്ചെ 1:26-ന് ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് കുടുങ്ങിക്കിടന്നയാളെ തൃശൂർ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. 55 വയസ്സുള്ള പാലക്കാട് സ്വദേശി സുബ്രഹ്മണ്യനെയാണ് രക്ഷപ്പെടുത്താനായത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ ശ്രീഹരി, സുധൻ, ജിമോദ്, ജിബിൻ എന്നിവർ ചേർന്ന് ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടന്നയാളെ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് പുറത്തെടുക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മാർച്ച് ഫോർ ലൈഫിന്റെ ഇന്ത്യൻ പതിപ്പ് തൃശൂരിൽ അവതരിപ്പിച്ചു. ദേശീയ സിംപോസിയം കലാവിദ്യാഭ്യാസത്തിന് കാലാനുസൃതമായ മാറ്റം വരുത്തണമെന്ന് മന്ത്രി R. ബിന്ദു. രാമായണ ട്രസ്റ്റിന്റെ വാത്മീകി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക് നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ 500ഓളം ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കുള്ള കതിർക്കറ്റകൾ ഒരുക്കി ആലപ്പാട് കുടുംബം ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.